അച്ഛൻ പറഞ്ഞ കഥകളുടെ 12-ാം ഭാഗം പറയുന്നത് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി കർണൻ ഏൽക്കേണ്ടി വന്ന ശാപങ്ങളെക്കുറിച്ചും അവയൊക്കെ പിന്നീട് എങ്ങനെ കർണൻ്റെ മരണകാരണമായി എന്നതിനെക്കുറിച്ചുമാണ്. കർണനേറ്റ ശാപങ്ങളിലേക്ക്. കർണനേറ്റ ആദ്യ ശാപം സ്വന്തം ഗുരുവായിരുന്ന പരശുരാമിൽ നിന്നാണ്. ആ കഥ ഇങ്ങനെയാണ്. കർണൻ ആയുധ പരിശീലനത്തിനായി ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരുടെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിക്കുകയും ദ്രോണർ കർണനെ ശിഷ്യനാക്കുകയും ചെയ്തു. എന്നാൽ സൂതപുത്രൻ, അതായത് കുതിരക്കാരൻ്റെ മകൻ എന്ന നിലയിൽ അതിവിശേഷപ്പെട്ട ബ്രഹ്മാസ്ത്ര പ്രയോഗ വിദ്യ അടക്കമുള്ളവ അഭ്യസിപ്പിക്കുന്നതിൽ നിന്നും കർണനെ ദ്രോണർ ഒഴിവാക്കിയിരുന്നു. അത് കർണനെ അതിയായി വേദനിപ്പിക്കുകയും എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്ര വിദ്യ പഠിച്ചെടുക്കണം എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ കർണൻ ക്ഷത്രിയ വിരോധിയായ പരശുരാമൻ്റെ അടുത്തെത്തുകയും ബ്രാഹ്മണനാണ് എന്ന് കളവ് പറഞ്ഞ് ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഒരു ദിവസം ഗുരു ശിഷ്യനായ കർണൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു തേൾ കർണൻ്റെ തുടയിൽ കുത്തി മുറിവേൽപ്പിച്ചു. ചോര വാർന്നുകൊണ്ടേയിരുന്നു. ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുമല്ലോ എന്ന് കരുതി കർണൻ വേദന സഹിച്ചിരുന്നു. ചോരയുടെ നനവ് കാരണം ഗുരു ഉണരുകയും തേളിനെ കണ്ട് കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. പരശുരാമൻ തേളിനെ നോക്കിയ മാത്രയിൽ തേൾ അപ്രത്യക്ഷമാവുകയും ഒരസുരൻ അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഭൃഗു എന്ന മഹർഷിയുടെ ശാപം ലഭിച്ച ദാനസൻ എന്ന അസുരനായിരുന്നു അത്. ശാപമോക്ഷം കിട്ടി പരശുരാമനെ വണങ്ങിയ അസുരൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഇത്രയും കഠിന വേദന സഹിച്ചിരിക്കാൻ ഒരു ബ്രാഹ്മണനാവില്ല, ഒരു ക്ഷത്രിയന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ തന്നെ കബളിപ്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിച്ച കർണനെ ശപിച്ചു. കർണൻ പഠിച്ച സവിശേഷപ്പെട്ട അസ്ത്രവിദ്യകൾ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിൻ്റെ സമയത്ത് പ്രയോജനപ്പെടാതെ പോകട്ടെ എന്നായിരുന്നു ആ ശാപം. പിന്നീട് മാപ്പ് പറഞ്ഞ കർണന് പരശുരാമൻ ദിവ്യധനുഷ് എന്ന വില്ല് നൽകി അനുഗ്രഹിച്ചെങ്കിലും ശാപം തിരിച്ചെടുക്കാനാകാത്തതിനാൽ അത് നിലനിൽക്കുക തന്നെ ചെയ്തു. പിന്നീട് കർണന് ഒരു ബ്രാഹ്മണനിൽ നിന്ന് ശാപം ഏൽക്കേണ്ടി വന്നു. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ കർണൻ ശബ്ദവേദി വിദ്യ എന്ന അസ്ത്ര പരിശീലനം നടത്തുകയായിരുന്നു. ലക്ഷ്യം നേരിൽ കാണാതെ ശബ്ദം മാത്രം ശ്രവിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുന്ന രീതിയാണ് ശബ്ദവേദി വിദ്യ. അപ്പോൾ സമീപത്തായി ഒരു പശുവിൻ്റെയും തൊട്ടടുത്ത് ഒരു സിംഹത്തിൻ്റെയും സാന്നിധ്യം മനസ്സിലാക്കിയ കർണൻ പശുവിനെ രക്ഷിക്കാനായി സിംഹത്തിന് നേരെ അസ്ത്രമെയ്യുകയും ആ നിമിഷത്തിൽ സിംഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു. അസ്ത്രമേറ്റ പശു ജീവനറ്റ് വീണു. ഇത് കണ്ടുകൊണ്ട് വന്ന പശുവിൻ്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ കർണനെ ശപിച്ചു. മിണ്ടാപ്രാണിയായ നിസ്സഹായയായ സാധുമൃഗത്തിൻ്റെ ജീവനെടുത്ത താൻ തൻ്റെ ഏറ്റവും നിർണായകമായ പോരാട്ട സമയത്ത് ഏകാഗ്രത നഷ്ടപ്പെട്ട് ശ്രദ്ധ വ്യതിചലിച്ച് നിസ്സഹായനും നിരായുധനുമായി നിൽക്കേണ്ടി വരുമെന്നും അങ്ങനെ കൊല്ലപ്പെടുമെന്നായിരുന്നു ആ ശാപം. സിംഹത്തിൻ്റെ രൂപത്തിൽ വന്ന് കർണന് ശാപം വാങ്ങി നൽകിയത് ദേവേന്ദ്രനായിരുന്നു എന്നതാണ് സത്യം. കർണന് പിന്നീട് ഭൂമിദേവിയിൽ നിന്നും ശാപമേൽക്കേണ്ടി വന്നു. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ കർണൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. കാരണമന്വേഷിച്ചപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രം നെയ്യ് പൊട്ടിത്തകർന്ന് മണ്ണിൽ വീണുവെന്ന് പറഞ്ഞു. ഒരു പാത്രം നെയ്യ് പകരം നൽകാം എന്ന് പറഞ്ഞിട്ടും നഷ്ടമായ നെയ്യ് തന്നെ വേണം എന്ന് വാശി പിടിച്ച പെൺകുട്ടിക്ക് കർണൻ തൻ്റെ ദിവ്യാസ്ത്രത്താൽ ഭൂമി തുളച്ച് നെയ്യ് പാത്രത്തിലേക്ക് പകർന്നു. കേവലം ഒരു പാത്രം നെയ്യിനു വേണ്ടി തന്നെ വേദനിപ്പിച്ച കർണനെ ഭൂമിദേവി ശപിച്ചു. വിധി നിർണായകമായ പോരാട്ടത്തിൻ്റെ സമയത്ത് നിന്റെ രഥം ചെളിയിൽ താഴ്ന്നു പോവുകയും അങ്ങനെ നീ നിസ്സഹായനായി നിൽക്കുമ്പോൾ ശത്രുക്കൾ അത് മുതലെടുത്ത് നിന്നെ തോൽപ്പിക്കുകയും ചെയ്യും എന്നായിരുന്നു ആ ശാപം. ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ശാപങ്ങൾ കൂടാതെ ദ്രൗപദി അപമാനിക്കപ്പെട്ട സഭയിൽ അംഗമായിരുന്നത് വഴി ദ്രൗപദിയിൽ നിന്നും കർണന് ശാപമേറ്റിരുന്നു. കൗരവപക്ഷത്തിൻ്റെ സർവനാശം സംഭവിക്കും എന്നായിരുന്നു അത്. എന്നാൽ കർണൻ ചെയ്ത ഒരു വലിയ പാപമായി കണക്കാക്കപ്പെടുന്നത് തൻ്റെ ആത്മമിത്രമായ ദുര്യോധനു വേണ്ടി അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ ചതിച്ചു കൊല്ലാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ശാപങ്ങളൊക്കെയും പിന്നീട് കർണന് വിധി നിർണായകമായി മാറുകയാണ്. കുരുക്ഷേത്ര യുദ്ധം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിൽ അർജുനനും കർണനും നേർക്കുനേർ വന്നു. അവിടെ കർണന് താൻ പഠിച്ച പല സവിശേഷ അസ്ത്രവിദ്യകളും പ്രയോജനപ്പെടുത്താനാകാതെ വന്നു. പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ കർണൻ്റെ രഥം ചെളിയിൽ താഴ്ന്നു പോവുകയും അങ്ങനെ ഏകാഗ്രത നഷ്ടപ്പെട്ട് ശ്രദ്ധ വ്യതിചലിച്ച് നിസ്സഹായനായി നിൽക്കേണ്ടിയും വന്നു. രഥം ഉയർത്തുന്നവരെ യുദ്ധം നിർത്താൻ കർണൻ അർജുനനോട് ആവശ്യപ്പെട്ടു.
അങ്ങനെ നിരായുധനായി തേർചക്രം ചെളിയിൽ നിന്ന് ഉയർത്താൻ ശ്രമിച്ച കർണനെ വധിക്കാൻ കൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിച്ചു. നിരായുധനായ യോദ്ധാവിനെ ആക്രമിക്കുന്നത് ധർമ്മയുദ്ധത്തിനെതിരായിരുന്നതിനാൽ അർജുനൻ മടിച്ചു നിന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ കർണൻ ഉൾപ്പെടെയുള്ള കൗരവപക്ഷം അഭിമന്യുവിനെ ചതിച്ചു കൊന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ശേഷം അർജുനൻ കർണനെ തൻ്റെ അഞ്ജലികാസ്ത്രം ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞ ശാപങ്ങളൊക്കെയും കർണന് പിന്നീട് വിധി നിർണായകമായി മാറുകയും പകരം തൻ്റെ ജീവൻ തന്നെ നൽകേണ്ടിയും വന്നു. അങ്ങനെ മഹാഭാരതം കണ്ട ഏറ്റവും വലിയ കഥാപാത്രത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 13-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.